ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 4 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവന് നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ ആർക്കും യേശുവിൽ ഒരു തെറ്റും കണ്ടെത്താനായില്ല. പീലാത്തോസിനും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പീലാത്തോസ് ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യേശുക്രിസ്തു നിരപരാധിയും കുറ്റമറ്റവനും പാപരഹിതനുമാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. എന്നിട്ടും അവർ അവനെ ക്രൂശിച്ചു. കർത്താവിൻ്റെ ക്രൂശിലെ യാഗവും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതും ആകസ്മികമായ ഒരു സംഭവമല്ല. റോമാ നിയമം അനുസരിച്ച് മരണശിക്ഷയ്ക്ക് വിധിക്കുവാൻ തക്ക യാതൊരു കുറ്റവും നിരത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുവിനെതിരെയുള്ള കുറ്റം മതപരമായതിനാൽ ആദ്യം കുറ്റം വിധിക്കുവാൻ പീലാത്തോസ് വിസമ്മതിച്ചു. പഴയ നിയമത്തിൽ തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ യഹൂദജനത്തിൻ്റെ മുമ്പിൽ പരസ്യമായ നിന്ദയാക്കുന്നതിനാണ് ഇങ്ങനെയൊരു മരണത്തിന് യഹൂദന്മാർ മുതിർന്നത്. റോമാക്കാർക്ക് മാത്രമേ കുറ്റവാളിയെ ക്രൂശിക്കാൻ അധികാരമുള്ളൂ. അതിനാണ് യേശുവിനെ പീലാത്തോസിന് മുമ്പിൽ ഹാജരാക്കിയത്. യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. മനുഷ്യന് പാപത്തിൽ നിന്ന് മുക്തി നേടാനുള്ള പരിഹാരമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.